Hello guys, very good morning to all of you. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടോക്സിക് ദർശന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ ഒരു അടിപൊളി ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിരിക്കാൻ വേണ്ടി പോവുകയാണ്. ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെറുതെ ഇങ്ങനെ ആരെയോ പോയാൽ ആരെയോട്ടോ ഇരിക്കും എന്നുള്ളത്. സോ ഞാൻ കുറച്ച് നേരം വെറുതെ ഇങ്ങനെ ഇരിക്കുക. എവിടെ ഏത് സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിലും താമസിക്കുന്നെങ്കിലും എണീച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നേരം പിന്നെ എന്താ പറയുക, ഒരു റേഞ്ച് കിട്ടാത്ത കളിയായിരിക്കും, ഒരു കിളി പോയ പോലെ ആയിരിക്കും. സോ ഒരു 5 മിനിറ്റ് നേരമൊക്കെ ഞാനിങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് ചടവൊക്കെ പോയതിന് ശേഷം ഞാൻ എണീച്ചിട്ട് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ, നിങ്ങളെല്ലാവരും ചെയ്യുന്നത് പോലെ പ്രഭാത കർമ്മങ്ങളിലേക്ക് കിടക്കാൻ പോവുകയാണ്. പല്ല് തേക്കുക, കുളിക്കുക, അല്ല കുളിക്കില്ല കേട്ടോ, പല്ല് തേക്കുക. അപ്പോൾ പല്ല് തേച്ച് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പോൾ ബോട്ടിലാണുള്ളതെങ്കിൽ ബോട്ടിൽ വെള്ളമാണ് കുടിക്കുക. സോ പല്ല് തേക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുക്കുന്നില്ല, എന്തിനാ അപ്പോൾ വെറുതെ. അപ്പോൾ ഇത് ഇന്നലെ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഇതിലങ്ങനെ പല്ല് തേക്കുന്നതിനൊന്നും എടുത്തില്ല, എനിക്കൊരു മൂഡ് വന്നില്ല പല്ല് തേക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട്. സോ ഞാനത് കവർ ചെയ്തില്ല. സോ ഞാൻ ക്യാമറ അവിടെ വെച്ചിട്ട് ഈ കാണുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലുള്ള വെള്ളമില്ലേ, അത് കൂളറാണ് കേട്ടോ. അവിടെ നമുക്ക് ഫാനില്ല, കൂളറേ ഉള്ളൂ. സോ കൂളർ വെച്ചിട്ട് സൈഡിൽ വെക്കുകയാണ് ചെയ്യുക നമ്മൾ. സോ പിന്നെ പല്ല് തേച്ച് കഴിഞ്ഞ് വന്നിട്ടും എനിക്കൊരു ചടവുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, അത് ചില ദിവസങ്ങളിൽ അത് വിട്ടുമാറാനായിട്ട് കുറേ സമയം എടുക്കും, എന്താ അറിയില്ല. ചില ദിവസങ്ങളിലൊക്കെ നമുക്കൊക്കെ എണീക്കാൻ ഭയങ്കര ക്ഷീണമാവും, എന്താണെന്ന് അറിയില്ല, ഒന്നും ചെയ്യാൻ തോന്നില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കാനേ തോന്നുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ എന്തോ ഭാഗ്യത്തിന് വീഡിയോ ഓണാക്കിയത് കൊണ്ട് ആ ഒരു വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ദിവസം, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യാതെ ഞാനങ്ങനെ മടിച്ചിരുന്നേനെ. സോ നമ്മളെന്ത് ചെയ്യുന്നു, വെള്ളം കുടിക്കുന്നു. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യണം, വെള്ളം കുടിക്കണം. അത് വളരെ നിർബന്ധമാണ്. സോ വെള്ളം കുടിക്കുക. ഞാൻ ചൂടുവെള്ളമാണ് കേട്ടോ, ഇതിലങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇടുന്നൊന്നുമില്ല. ചില സമയത്ത് ജീരകം ഇടാറുണ്ട്, പക്ഷേ ജീരകം ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ ഹീറ്റ് ആവുമല്ലോ, ചൂടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജീരകം ഇട്ട വെള്ളം അധികം അങ്ങനെ കുടിക്കില്ല. ചില ദിവസങ്ങളിൽ ജീരകം ഇടും. അതിന് ഇനി വല്ല നന്നാറിയല്ല, അതിൻ്റെ പേരെന്തുട്ടാ, പതിമുഖോ അല്ലെങ്കിൽ വേറൊരു സംഭവം ഉണ്ട്, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വാങ്ങണം. അപ്പം അങ്ങനത്തെയൊക്കെ വെള്ളത്തിലിടുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ. ഇത് പിന്നെ നമ്മുടെ അടുക്കളയിലുള്ള കിച്ചൻ്റെ വാതിലാണ്, അത് ജനലിൻ്റെ ഡോറ് ഇങ്ങനെ തുറന്നാണ്. അപ്പോൾ നല്ല രസമാണ് അവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട്. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഏത് സമയത്തും അവിടെ എപ്പോഴും കാറ്റുണ്ടാകും. നമ്മൾ ഈ ഒരു ഫ്ലാറ്റിലെ റൂമിൽ ഏറ്റവും കൂടുതൽ കാറ്റ് വരുന്നത് അടുക്കള ഭാഗത്തുള്ള ഡോറ് തുറക്കുമ്പോഴാണ്. ബാക്കി എല്ലായിടത്തും ഭയങ്കര ചൂടാണ്. സോ ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇവിടുത്തെ വെള്ളത്തിന് ക്ലോറിൻ ഉള്ളതുകൊണ്ട്, ക്ലോറിനല്ല, കാൽഷ്യം കൂടുതലുള്ളതുകൊണ്ട് ആ വെള്ളം നമ്മൾ ഡയറക്റ്റ് കുടിക്കാറില്ല, ചൂടാക്കിയിട്ടാണ് കുടിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഈ വൃത്തികെട്ട പ്രാവ്, എവിടെ പോയാലും ഈ പ്രാവ് ഉണ്ടാകും. എനിക്കറിയില്ല എൻ്റെ ഭഗവാൻ, എന്താ ഇതിനെ കൊണ്ട് ഇത്ര ശല്യം. കഴിഞ്ഞ റൂമിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഈ റൂമിൽ വന്നപ്പോൾ ഇവിടെയും ഭയങ്കര ശല്യമാണ് കേസ്. എന്താ ചെയ്യുക, റൂം തുറന്ന് വാതിലിൻ്റെ അടുത്ത് വന്നിങ്ങനെ നിൽക്കും, പിന്നെ ബാത്റൂമിൻ്റെ ആ ഒരു വാതിലിൻ്റെ അടുത്ത് വന്ന് നിൽക്കും, എല്ലായിടത്തും ഈ പണ്ടാർക്കുണ്ട്, ഭയങ്കര ശല്യമാണ്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് അടിക്കാനുള്ള പരിശ്രമം നടത്തി നോക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അപ്പോൻ്റെ അടുത്ത് ചീത്ത കേട്ടോ, ഉറങ്ങി കിടക്കുമ്പോഴാണ് അടിക്കുന്നതെന്ന് അടിച്ച് വരുന്നതെന്ന് ചോദിച്ചവൻ. സ്വാഭാവികം, ആരായാലും പറയുമല്ലോ പൊടിയാവുമെന്ന് വെച്ചിട്ട്. കാര്യമായിട്ട് അങ്ങനെ പൊടിയൊന്നുമില്ല. ഞാൻ ഓൾറെഡി ഇന്നലെ വൈകുന്നേരം, അതായത് ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെ തലേദിവസം ഞാൻ ഓൾറെഡി അടിച്ച് വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എന്നാലും എനിക്കൊരു എന്താ പറയുക, എനിക്ക് ഇതിൻ്റെ ഒരു സുഖട വന്നതുകൊണ്ട് ഞാൻ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് അവൻ്റെ വാരി ചീത്ത കേട്ടപ്പോൾ നല്ല സന്തോഷമായി. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അടിച്ച് വരാമല്ലോ എന്ന് വെച്ചിട്ടാണ്. ഈ വെള്ള ടൈലാകുമ്പോൾ നമുക്ക് പൊടിയൊക്കെ വേഗം കാണുമല്ലോ. സോ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് മേൽക്കൂടെ ഒന്നിങ്ങനെ തൂത്ത് വാരിയതിന് ശേഷം ഞാൻ സൈഡിലൂടെ അങ്ങ് പോവുകയാണ്. അപ്പം ജസ്റ്റ് അടിച്ച് വാരിയിട്ടുള്ള, നമ്മൾ കിടക്കണ ആ ഒരു ഏരിയ ആയതുകൊണ്ട് അതെപ്പോഴും വൃത്തിയായിട്ട് വെക്കണം എന്ന് എനിക്ക് കുറച്ചൊരു നിർബന്ധമുണ്ട്. സോ അങ്ങനെ ഒന്ന് ജസ്റ്റ് അടിച്ച് വാരിയതാണ്. പിന്നെ ഒരു 10:30-11 മണിയൊക്കെ 10:30-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഡേറ്റ്സ് കഴിച്ചു. ഞാൻ യൂഷ്വലി ഇപ്പോൾ ഡേറ്റ്സ് കഴിക്കാറുണ്ട്. എനിക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഒരു ഡോക്ടർ പറഞ്ഞിട്ട് ഡെയിലി 3-4 ഡേറ്റ്സ് കഴിക്കാനായിട്ട്. സോ ഞാൻ നാച്ചുറൽസിൻ്റെ ഡേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പോൾ മേടിച്ചതാണ് ബ്ലിങ്കിറ്റ് ആപ്പിൽ നിന്ന്. സോ അത് 3-4 കഴിച്ചു. കഴുകിയിട്ടൊക്കെ കഴിക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ല കീടാണും ഒക്കെ ഉണ്ടാകും, അത് വയറ്റിൽ പോവും. സോ അതുകൊണ്ട് ഡേറ്റ്സ് എന്ത് ഡ്രൈ ഫ്രൂട്ടാണ് നമ്മൾ കഴുകിയിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ കഴിക്കുന്നതിന് മുന്നേ ഉള്ളിൽ എന്തെങ്കിലും പാറ്റയോ പ്രാണിയോ ഇൻസെക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോവാണ് ഗൈസ്. ഞാൻ കുളിക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒരു 11:30 ഉണ്ടാവും. സോ ഇത് വന്നിട്ട് നമ്മുടെ ചെമ്പരത്തിയാതിൻ്റെ വെളിച്ചെണ്ണയാണ്. എനിക്ക് വെളിച്ചെണ്ണ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ വീട്ടിൽ വാങ്ങാറില്ല, പക്ഷേ എൻ്റെ മാമൻ്റെ വീട്ടിൽ ഇത് സ്ഥിരമായിട്ട് ഇതാണ് യൂസ് ചെയ്യുക. 2 മാമരുടെ വീട്ടിലും ഈ ചെമ്പരത്തിയാതിൻ്റെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഭയങ്കര നല്ലൊരു സ്മെല്ലല്ലേ ഇതിന്, ആയുർവേദത്തിൻ്റെയൊക്കെ
ചെമ്പരത്തിൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും അങ്ങനെ എന്തൊക്കെയോ ആയുർവേദങ്ങളുടെ സ്മെല്ലുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷേ ഇതെനിക്ക് എൻ്റെ തലയിൽ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ. വല്ലപ്പോഴും ഞാൻ യൂസ് ചെയ്യുള്ളൂ. യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് എന്തെങ്കിലും തലവേദന, തൊണ്ടവേദന, നീരിറക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാറുമുണ്ട്. പക്ഷേ ഇന്നലെ യൂസ് ചെയ്തപ്പോൾ എന്തോ ഭാഗ്യത്തിന് എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വന്നില്ല. യൂസ്ഡ് ആയിന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ചിലപ്പം. അപ്പം അങ്ങനെ ഞാൻ തലയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്യാണ്. ഞാൻ ഈ കലാപരിപാടിയൊന്നും ഇല്ലായിരുന്നു. അതായത് ഇങ്ങനെ തലയിൽ മസാജ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഞാൻ കുറവായിരുന്നു. ബട്ട് ഇവിടെ വന്നേ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാക്സിമം ചെയ്യാറായിട്ട് നോക്കും. ഇടയ്ക്ക് വിട്ടു പോകുന്നതാണ്, മറന്നു പോകുന്നതാണ്. മറന്നു പോകുന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ കോമഡി ആയിരിക്കും. എന്താ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നും. പക്ഷേ ആക്ച്വലി സത്യമായിട്ട് എന്നോട് വെളിച്ചെണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ മസാജ് ചെയ്യാൻ ചില സമയങ്ങളിൽ ചില ദിവസങ്ങളിൽ വിട്ടു പോകാറുണ്ട്. സോ ഇന്ന് ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്യണം. എൻ്റെ നല്ല ഉള്ളുള്ള മുടിയായിരുന്നു കേട്ടോ ഗൈസ്, നിങ്ങൾ കേൾക്കണം. +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് നല്ല പോലെ മുടിയുണ്ടായിരുന്നു. മറ്റേ പുറ്റികളൊന്നും ഇല്ലെങ്കിലും കുറച്ച് നല്ല രീതിയിൽ നീണ്ട കട്ടിയുള്ള മുടിയായിരുന്നു എനിക്ക്. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു എൻ്റെ മുടിക്ക്. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ കുരുത്തക്കേട് കൊണ്ടാണ്. അതായത് എൻ്റെ തോന്നിയ ദിവസം കൊണ്ട് ഞാൻ മുടിയൊക്കെ വെട്ടി ഫുള്ള് ലെയർ, വി, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞാൻ എൻ്റെ മുടിയിൽ പരീക്ഷിച്ച് വെട്ടി ഇപ്പോൾ തീരെ ഉള്ളില്ല മുടിക്ക്, തീരെ കട്ടിയില്ല. ഇപ്പോൾ നമ്മുടെ സെൻറ്ററിലൊക്കെ ഇങ്ങനെ തലയോട്ടി വരെ കാണാം മുടിയൊക്കെ കൊഴിഞ്ഞിട്ട്. സോ എനിക്ക് സങ്കടമാണ് അത് കാണുമ്പം. പക്ഷേ ചില സമയത്ത് ചൂടൊക്കെ എടുക്കുമ്പോൾ എനിക്ക് വിചാരിക്കുക പണ്ടാരം വെട്ടിക്കളഞ്ഞാൽ മതിയായിരിക്കും, എനിക്ക് വയ്യാന്ന്. മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് എന്ത് ചെയ്യുകയാണ്, വെയിറ്റ് ചെയ്യാൻ മീൻസ് തലയിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. 5-10 മിനിറ്റ് ഞാൻ മാക്സിമം വെക്കുകയുള്ളൂ. കൂടുതൽ എന്നൊക്കെ ഞാൻ തലയിൽ എണ്ണ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ ദിവസമൊക്കെ എനിക്ക് തലവേദന, തലനീരിറക്കം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഞാനൊരു 10 മിനിറ്റ് മാക്സിമം വെക്കുകയുള്ളൂ, 10-15 മിനിറ്റ്. അപ്പോൾ 10-15 മിനിറ്റിൻ്റെ ഇടയിൽ ഞാൻ നന്നായിട്ട് ഒന്നുകൂടി മസാജ് ചെയ്യുകയാണ്. തലയോട്ടിയിൽ എല്ലായിടത്തും നന്നായിട്ട് സ്കാൽപ്പിലേക്കൊക്കെ എണ്ണ എത്താൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഞാനിങ്ങനെ എന്താ പറയുക, എണ്ണ മസാജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മസാജ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, സ്പ്രേ ബോട്ടിൽ പോലത്തെ, അത് കാണാനില്ല ഗൈസ്. പിന്നെ ഉച്ചയായപ്പോൾ ചോറുണ്ടു, മറ്റേ ക്യാബേജിൻ്റെ ഉപ്പേരിയും മുട്ടയും പിന്നെ മുട്ടക്കറിയായിരുന്നു. മുട്ടക്കറിയിൽ മുട്ടയില്ല, മുട്ട ഇന്നലെ തന്നു. അപ്പോൾ ഇന്നലത്തെ മുട്ടക്കറിയാണ് കേട്ടോ, ഇന്ന് വെച്ചതല്ല. അപ്പോൾ അതൊക്കെയായിരുന്നു ലഞ്ചിന് സ്പെഷ്യൽ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ജനലിൻ്റെ അടുത്ത് വന്ന് കുറേ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നു. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടം നിൽക്കാൻ ഈ അടുക്കളേൻ്റെ അടുത്തുള്ള കാര്യം. നല്ല രസമാണ് അവിടെ ഇങ്ങനെ വന്നിരിക്കുക. എനിക്ക് പൊതുവേ കാറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വെറുതെ അവിടെ ഇങ്ങനെ വായി പൊളിച്ച് നോക്കിയിരിക്കും. അപ്പോൾ അവിടെ ഞാനിങ്ങനെ കുറച്ചിരുന്നു. ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ വീഡിയോ. വേറെ കൂടുതലായിട്ടൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ശരി, നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം.